സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് CPIയും കടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും മന്ത്രിമാർക്ക് പുറമെ 2 പേർ കൂടി മത്സരത്തിനിറങ്ങും. ചടയമംഗലത്ത് R. രാജേന്ദ്രനും കയ്പമംഗലത്ത് KK വത്സരാജും മത്സരിച്ചേക്കും. AIYF സംസ്ഥാന സെക്രട്ടറിക്കും പ്രസിഡന്റിനും സീറ്റ് നൽകാൻ ആലോചനയുണ്ട്. TT ജിസ്മോനെ ഹരിപ്പാടും N. അരുണിനെ മൂവാറ്റുപുഴയിലേക്കും പരിഗണിക്കുന്നു എന്ന സൂചനകളാണ് ഉള്ളത്. നെടുമങ്ങാട് GR അനിൽ തന്നെയായിരിക്കും. ചിറയൻകീഴ് മനോജ് B. എടമനയുടെ പേര് കേൾക്കുന്നു. ചാത്തന്നൂരിൽ ചിഞ്ചുറാണിയോ അഡ്വക്കേറ്റ് R. രാജേന്ദ്രനോ ആരായിരിക്കും എന്നതിൽ ഉറപ്പില്ല. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയും പരിഗണനയിലുണ്ടെന്നുള്ള സൂചനയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ CPIയും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ എവിടെയൊക്കെ ആർക്കൊക്കെ സാധ്യത, ഏതൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു? പുതിയ പേരുകൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റേതുപോലെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ നമുക്ക് CPIയിലും പ്രതീക്ഷിക്കാമോ? സ്മൃതി, CPIയിലും യുവ മുഖങ്ങൾ നിരവധി സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിലുള്ള 4 മന്ത്രിമാരും നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കും എന്ന കാര്യം ഉറപ്പായി. ഒപ്പം മന്ത്രിമാർക്ക് പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള 2 പേർ KK വത്സരാജും R. രാജേന്ദ്രനും നിയമസഭയിലേക്ക് ജനവിധി തേടും. ദേശീയ കൗൺസിലിലുള്ള ഗോവിന്ദൻ വള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് നിന്ന് ജനവിധി തേടും എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. 25 സീറ്റിലാണ് CPI മത്സരിക്കുന്നത്. അതിൽ നെടുമങ്ങാട് മന്ത്രി GR അനിൽ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ചിറയൻകീഴ് V. ശശി മാറുമ്പോൾ മനോജ് B. എടമനയാണ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയായി കാണുന്നത്. ചാത്തന്നൂരിൽ മന്ത്രി ചിഞ്ചുറാണി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പല്ല. ചിഞ്ചുറാണിക്ക് സീറ്റുണ്ടാകും, പക്ഷേ ചാത്തന്നൂരിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ തള്ളിക്കിടുന്നില്ല. അങ്ങനെ മാറുകയാണെങ്കിൽ ചടയമംഗലത്തിലേക്കായിരിക്കും ചിഞ്ചുറാണി വരിക. ചിഞ്ചുറാണി ചാത്തന്നൂരിൽ നിന്ന് വരികയാണെങ്കിൽ അഡ്വക്കേറ്റ് R. രാജേന്ദ്രൻ ചാത്തന്നൂരിൽ മത്സരിക്കാനാണ് സാധ്യത. അപ്രതീക്ഷിതമായ മറ്റൊരു സ്ഥാനാർത്ഥി, ജില്ലയ്ക്ക് പുറത്തുള്ള CPIയുടെ ഒരു നേതാവിന്റെ പേര് കൂടി അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുനലൂരിൽ സുബാൽ മാറുമ്പോൾ 2 പേരാണ് ചർച്ചയിലുള്ളത്. ഒന്ന് ലിജു ജമാലാണ്, മറ്റൊന്ന് R. സജിലാലാണ്. മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ചടയമംഗലത്ത് ചാത്തന്നൂരിൽ മത്സരിക്കുന്നില്ലെങ്കിൽ R. രാജേന്ദ്രൻ മത്സരിക്കുന്നത് ചടയമംഗലത്ത് തന്നെയായിരിക്കും. കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെതിരെ വനിതാ കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് MS താരയുടെ പേരാണ് പാർട്ടി സജീവമായി പരിഗണിക്കുന്നത്. അടൂരിൽ മാവേലിക്കരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മത്സരിച്ച CA അരുണിന്റെ പേരിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. മറ്റ് 2 മണ്ഡലങ്ങളിൽ കൂടി ജിസ്മോന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ചേർത്തലയിൽ P. പ്രസാദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിത്വം എന്ന കാര്യത്തിൽ ഉറപ്പാണ്. വൈക്കത്ത് CK ആശ മാറുമ്പോൾ P. പ്രദീപിന്റെ പേരാണ് അവിടെ ജില്ലാ എക്സിക്യൂട്ടീവ്, കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ് P. പ്രദീപിന്റെ കാര്യത്തിലേക്കും ഏതാണ്ട് ധാരണയിലെത്തിയിരിക്കുന്നു. പീരുമേട് ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീം കുമാറിന്റെ പേരിനാണ് സജീവ പരിഗണന. ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റൊരു യുവജന നേതാവിനെ കൂടി